ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെസൺ 10 കാബൂളിവാലയാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 70 കാബൂളിവാല. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് എടുത്തത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? കാബൂളിവാല രവീന്ദ്രനാഥ ടാഗോർ की एक भावना प्रधान മനോവൈജ്ഞാനിക കഹാനി ഹെ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു ഭാവനാപ്രധാനമായ മനോവൈജ്ഞാനിക് എന്ന് വെച്ചാൽ മനോവൈജ്ഞാനിക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സൈക്കോളജി, അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്, ഒരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കഥയാണ് കാബൂളിവാല എന്നുള്ളത്. ഇതിൽ കാബൂളിവാല എന്ന് വിളിക്കപ്പെടുന്ന കാബൂളിൽ നിന്നും വന്ന ഒരു കച്ചവടക്കാരനും കഥയിലെ കഥാപാത്രമായ മിനി എന്ന ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അതാണ് ഈ കഥയിലൂടെ നമ്മളോട് ലേഖകൻ പറയുന്നത്. അപ്പോൾ 5 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് മിനി. അവൾ ഒരു ദിവസം കാബൂളിവാല റോഡിലൂടെ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. കാബൂളിവാല, ഓ കാബൂളിവാല എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ കാബൂളിവാല തിരിഞ്ഞു നോക്കുകയും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരിക്കും വിളിച്ചത് എന്ന് വിചാരിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ? एक दिन लेखक की छोटी बेटी मिनी जो 5 वर्ष की थी, उन्होंने सड़क के किनारे, जिनके घर तो सड़क के किनारे था, वहाँ सड़क से जाने वाले लोगों को देख सकते थे. तो एक दिन काबूलीवाला उसी सड़क से पार रहे थे, मीन्स जा रहे थे. तब मिनी ने उसे ज़ोर से पुकारा. तो उन्होंने सोचा उन लोगों को कुछ സൗദാ ചാഹിയെ, കുറച്ച് സാധനങ്ങൾ വേണമെന്ന് വിചാരിച്ചു. ഇസ്ലിയെ ഉനോനെ ഉസ് ലേഖകെ ഘർ പഹുഞ്ചെ. അങ്ങനെ ലേഖകനും കാബൂളിവാലയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മിനിക്ക് ഭയമാവുകയും അയാളുടെ ഡ്രസ്സും സഞ്ചിയും ഒക്കെ കണ്ടപ്പോഴും അല്ലേ, ഉസ്കാ റൂപ് ദേഖ് കർ थैला देखकर मिनी को डर होने लगा और वो अंदर चला गया, घर के अंदर चला गया. അപ്പോൾ കുറച്ച് സമയത്തേക്ക് മിനിയെ കാണാതിരുന്നപ്പോൾ കാബൂളിവാലേനെ ഉസ്കെ പിതാസെ മിനി കെ ബാരെ മേ പൂച്ച, മിനിയെപ്പറ്റി ചോദിച്ചു. തബ് ഉസ്കെ പിതാനെ ഉസെ ബുലായ. മിനി बहुत डर से अपने पिता के पैर पकड़कर खड़े हो गए. മിനി തൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ച് അവിടെ പേടിയോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉനോനെ കാബൂളിവാലെ സെ കിഷ്മിഷ് और ബദാം ആദി ഖരീദി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വിൽക്കാൻ കൊണ്ടുവരുന്നത് ഡ്രൈ ഫ്രൂട്ട്സാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇദ്ദേഹം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിനിയുടെ പേടി മാറ്റാനും കൂടി വേണ്ടിയാണ് അദ്ദേഹം അവളെ വിളിച്ച് വരുത്തുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ ആദ്യമായി മിനിയുമായിട്ടുള്ള കാബൂളിവാലയുടെ പരിചയമാണ് ഈ ലെസണിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ മക്കൾ ഇവിടെ പേജ് നമ്പർ 71 കുറച്ച് പാരഗ്രാഫും കൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുക. इस घटना के कुछ दिन बाद एक दिन मैं किसी आवश्यक कार्य से बाहर जा रहा था. देखा कि बाहर दरवाजे के पास बेंच पर बैठी हुई मिनी काबूलीवाले से हंस हंस कर बातें कर रही थी. काबूलीवाला उसके पैरों के पास बैठकर मुस्कुराता हुआ उसकी बातें सुन रहा था. मिनी को अपने 5 वर्ष के जीवन में मेरे सिवाय ऐसे धैर्य वाला श्रोता शायद ही कोई मिला हो. मिनी को उसने ढेर सारे मेवे दे रखे थे. मैंने रहमत को एक अठन्नी देते हुए कहा, आगे से इसे मेवा मत देना.
അപ്പോൾ ഇസ് ഘടനാക്കെ കുച്ച് ദിൻ ബാദ്, അങ്ങനെ മിനിയും കാബൂളിവാലയുമായിട്ട് ആദ്യമായി പരിചയപ്പെട്ട അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഘടന മീൻസ് ഇൻസിഡൻ്റ് ആണ്, സംഭവം. ഇസ് ഘടനാക്കെ കുച്ച് ദിൻ ബാദ്, കെ ബാദ്, കുച്ച് ദിൻ ബാദ് എന്ന് വെച്ചാൽ ആഫ്റ്റർ സം ഡേയ്സ്, കുച്ച് ദിൻ ബാദ്. ഇസ് ഘടനാക്കെ കുച്ച് ദിൻ ബാദ് ഏക് ദിൻ മേ കിസി ആവശ്യക കാര്യസെ, ഒരു ദിവസം ലേഖകൻ എന്തോ ഒരു ആവശ്യക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ബാഹർ ജാ രഹാ ഥ, അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മിനിയുടെ അച്ഛൻ എന്തോ അത്യാവശ്യ കാര്യത്തിനായിട്ട് ഒരു ദിവസം പുറത്തേക്ക് പോവാൻ ഇറങ്ങിയതായിരുന്നു. ദേഖാ कि बाहर दरवाजे के पास बेंच पर बैठी हुई मिनी കാബൂളി വാലെ സെ ഹസ് ഹസ് കർ ബാത്തേ കർ റഹി ഥി. അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ചയാണ്, ബാഹർ ദർവാസെ കെ പാസ്, പുറത്ത് ഡോറിൻ്റെ സൈഡിലായിട്ട്, ബെഞ്ച് പർ ബൈട്ടി ഹുയി മിനി, അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചിൻ്റെ മുകളിൽ മിനി ഇരിക്കുന്നുണ്ട്. കാബൂളി വാലെ സെ ഹസ് ഹസ് കർ ബാത്തേ കർ റഹി ഥി, അവൾ ചിരിച്ചുകൊണ്ട് കാബൂളിവാലയോട് സംസാരിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് കണ്ടത്. അപ്പോൾ കാരണം ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസം മിനി വളരെ പേടിയോടെയാണ് കാബൂളിവാലയെ സമീപിച്ചത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും നല്ല പരിചയമായി അവർ തമ്മിൽ. അപ്പോൾ ഇദ്ദേഹം അറിയുന്നില്ല, മിനിയുടെ അച്ഛൻ അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം കണ്ടതും അത്ഭുതപ്പെട്ടു പോയി. കാബൂളിവാല ഉസ്കെ പൈരോं के पास बैठकर मुस्कुराता हुआ उसकी बातें सुन रहा था. കാബൂളിവാലയാണെങ്കിലും അവളുടെ കാലിൻ്റെ അടുത്തിരുന്ന് കണ്ട് അവൾ പറയുന്നത് ചിരിച്ചുകൊണ്ട് കേൾക്കുകയായിരുന്നു. മുസ്കുരാത്ത ഹുവ, മുസ്കുറാന എന്ന് പറഞ്ഞാൽ ടു ലാഫ്, ടു സ്മൈൽ എന്ന് പറയും. ഹസ്ന എന്ന് പറഞ്ഞാൽ ടു ലാഫ്, മുസ്കുറാന ടു സ്മൈൽ. പുഞ്ചിരിച്ചും കൊണ്ട് അദ്ദേഹം അവളുടെ ആ കുഞ്ഞു വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്കി ബാത്തേ സുൻ രഹാ ഥ. മിനി കോ അപ്നെ 5 വർഷ के जीवन में मेरे सिवाय ऐसे धैर्य वाला श्रोता शायद ही कोई मिला हो. അപ്പോൾ മിനി വളരെ ടോക്കറ്റീവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുകയാണ്, മിനിയുടെ അച്ഛൻ പറയുകയാണ്, മിനിക്കോ അപ്നെ 5 വർഷത്തെ ജീവൻ, തൻ്റെ ഈ 5 വയസ്സിൽ ഉള്ളിൽ, അങ്ങനെ ഈ 5 വർഷത്തിനുള്ളിൽ, മേരെ സിവായ്, ഞാൻ കൂടാതെ, കെ സിവ എന്ന് പറഞ്ഞാൽ വിതൗട്ട് മീ എന്നുള്ള അർത്ഥമാണ്. മേരെ സിവായ് ഐസെ ധൈര്യവാല ശ്രോത ഷായദ് ഹി കോയി മിലാഹു. ഇത്രയും നല്ല ഒരു കേൾവിക്കാരനെ, ശ്രോത എന്ന് പറഞ്ഞാൽ ഒരു കേൾവിക്കാരൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു കേൾവിക്കാരനെ മിനിക്കൊരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ മിനി പറയുന്നത് വളരെ ക്ഷമയോടെ ഇദ്ദേഹം ഇരുന്ന് കേൾക്കുന്നതാണ് കണ്ടത്. അതേപോലെ അദ്ദേഹം അല്ലെങ്കിൽ മിനിയുടെ അച്ഛനല്ലാതെ മറ്റാരും തന്നെ മിനിയുടെ സംസാരം ഇത്രയും ക്ഷമയോടെ ഇരുന്ന് കേട്ടിരുന്നില്ല. മിനി को उसने ढेर सारे मेवे दे रखे थे. അപ്പോൾ നോക്കുമ്പോൾ മിനിക്ക് ഇയാൾ ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട്, ढेर सारे ഒരു കൂമ്പാരം എന്ന് പറയും, ढेर सारे ടു മച്ച്, മേവേ ദേ रखे थे ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, അവളുടെ കയ്യിലുണ്ട്. മേനെ റഹ്മത്ത് കോ ഏക് അഠന്നി ദേത്തെ ഹുയേ കഹ. അപ്പോൾ അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഫ്രീ ആയിട്ട് കൊടുത്തതുകൊണ്ട്. അത് ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഏക് അഠന്നി എന്ന് വെച്ചാൽ 50 പൈസ കാ സിക്ക, ഹാഫ് ഓഫ് എ റുപ്പി, 50 പൈസ നാണയമാണ് അഠന്നി എന്ന് വെച്ചാൽ. അന്നത്തെ കാലത്ത് അത് വലിയ പൈസയാണ്, വലിയൊരു എമൗണ്ടാണ്. ആ 50 പൈസക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ 50 പൈസ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്, ആകേസെ ഇസേ മേവ മത് ദേന, ഇനി ഇവക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. കാരണം പാരൻസ് അറിയാതെയാണ് ഇയാൾ വന്ന് കുട്ടിക്ക് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് മിനിയുടെ അച്ഛൻ പറഞ്ഞു, ആകേസെ ഇസേ മേവ മത് ദേന, മത് എന്ന് വെച്ചാൽ നെഹീ ദേന, ഇനി ഒരിക്കലും. ആകേസെ എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്നുള്ള അർത്ഥമാണ്. ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ, ആകെ പീച്ചെ. ആകെ മീൻസ് ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയും. പക്ഷേ സെൻറ്റൻസിനനുസരിച്ചാണ് മീനിങ്ങിൽ വ്യത്യാസം വരുന്നത്. ഇവിടെ ആകേസെ എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, പിന്നെയോ ആകേസെ ഇസേ മേവ മത് ദേന, ഇവൾക്ക് ഇനി മേലിൽ നിങ്ങൾ ഇവൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ മിനിക്ക് ഈ മേവ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കരുത് എന്ന് അദ്ദേഹം ഒരു താക്കീത് ചെയ്തു.
कुछ देर बाद घर लौटकर देखा तो उस अठन्नी ने बड़ा भारी उपद्रव मचा रखा था. കുച്ച് ദേർ ബാദ് കുറച്ച് സമയം കഴിഞ്ഞ് ഘർ ലൗട്ട്കർ ദേഖാത്തു അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു. വീണ്ടും തിരിച്ച് വന്നപ്പോൾ കാണുന്നത് എന്താണ്? ഉസ് അഠന്നീനെ ബടാ ഭാരി ഉപദ്രവം മച്ചാ റഖാത്ത. ആ 50 പൈസ വലിയ ഉപദ്രവമുണ്ടാക്കി എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്? മിനി രോ റോക്കർ കഹ് റഹി ഥി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു, മേനെ കാബുളിവാലെ സെ മാങ്കി നഹി ഥി. ഞാൻ കാബുളിവാലയോട് ആവശ്യപ്പെട്ടതല്ല. മാഗ്ന മീൻസ് ടു ആസ്ക്, അല്ലെങ്കിൽ എന്താ അവൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ചോദിക്കുക. ഞാൻ വാങ്ങിയതല്ല, ആവശ്യപ്പെട്ടതല്ല. പിന്നെയോ ഉസ്നെ മുജെ സ്വയം ദീ ഹെ. അദ്ദേഹം സ്വയം തന്നതാണ്, ഫ്രീ ആയിട്ട് തന്നതാണ് എന്ന് അവൾ ബഹളം വെച്ച് പറയുന്നതാണ് കേട്ടത്. മേനെ ആക്കർ മിനിക്കോ ഇസ് മുസീബത്ത് സെ നിജാത്ത് ദിലായി. അങ്ങനെ ഞാൻ അകത്ത് വന്നു മിനിയെ ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി, കാരണം അവൾക്ക് ഭയങ്കര വിഷമായി. കാബുളിവാലക്ക് പൈസ കൊടുത്ത് ഇനി മേലിൽ മേവ കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ട് തന്നെ ഫ്രീ ആയി അയാൾ കൊടുത്തത് കൊണ്ടായിരിക്കും ഫാദർ ദേഷ്യപ്പെട്ടത് എന്ന് ഓർമ്മിച്ചാണ് അവൾ ഇങ്ങനെയൊക്കെ ബഹളം വെക്കുന്നത്. ഇസ് മുസീബത്ത് സെ നിജാത്ത് ദിലായി. നിജാത്ത് ദിലാന എന്ന് പറഞ്ഞാൽ എന്താ? മുക്തി ദിലാന എന്ന് പറയും, റിലീഫാക്കുക, അവളെ മോചിപ്പിക്കുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അവളുടെ അടുത്തേക്ക് വന്നു. പതാ ചലാക്കി മിനി സെ കാബുളിവാലേക്ക് യ ദൂസരി ഹി മുലാഖാത്ത് ഥി. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് മിനിയും കാബുളിവാലയും തമ്മിലുള്ള രണ്ടാമത്തെ മീറ്റിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ എത്തുമ്പോഴേക്കും അവർ വളരെയധികം ക്ലോസ് ഫ്രണ്ട്സായി. മുലാഖാത്ത് ഥി. മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റിംഗ്. ഓക്കെ, ഇത് മിനിയും കാബുളിവാലയും തമ്മിലുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ച ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ധീരെ ധീരെ കാബുളിവാലേനെ പിസ്ത ബാദാം ദേ ദേക്കർ ഉസ്കെ ഹൃദയ പർ അധികാർ കർ ലിയാ ഥ. അപ്പോൾ അയാൾ മെല്ലെ മെല്ലെ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോലി, ധീരെ ധീരെ കാബുളിവാല എന്ത് ചെയ്തു? ഓരോ ദിവസം വരുമ്പോഴും മിനിക്ക് വേണ്ടി പ്രത്യേകം പിസ്ത ബദാം ഇതൊക്കെ കൊണ്ടുവരും. അങ്ങനെ പിസ്ത ബദാം ദേ ദേക്കർ ഇതൊക്കെ കൊടുത്തിട്ട് ഉസ്കെ ഹൃദയ പർ അധികാർ കർ ലിയാ ഥ. അവളുടെ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലേക്ക് കയറി കൂടിയിരുന്നു, അവളുടെ സ്നേഹം പിടിച്ചു പറ്റിയിരുന്നു അയാൾ. അപ്പോൾ അയാൾ വരുമ്പോഴൊക്കെ മിനിക്ക് ബദാമും പിസ്തയും ഒക്കെ കൊടുക്കുമായിരുന്നു. ഓക്കെ, अगेन नेक्स्ट पैराग्राफ. हमारे देश में लड़कियां जन्म से ही ससुराल से परिचित रहती है, लेकिन हम तनिक नई पीढ़ी के होने के कारण बच्ची को ससुराल के विषय में कुछ ज़्यादा ज्ञानी नहीं बना पाए थे. रहमत मिनी से कहता, तुम ससुराल कभी मत जाना. अच्छा, मिनी रहमत से उल्टा पूछती, तुम ससुराल जाओगे? रहमत हंसकर कहता, हम ससुर को मारेगा. मिनी ससुर नामक किसी अनजाने जीव की कल्पना करके हंसती. അപ്പോൾ പിന്നീട് ലേഖകൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഹമാരെ ദേശ് മേ ലഡ്കിയാം ജന്മ സേ ഹി സസുരാൽ സെ പരിചിത റഹത്തി ഹെ. നമ്മുടെ നാട്ടിൽ, ഇത് കഥ നടക്കുന്നത് നോർത്തിലാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ലഡ്കിയാം പെൺകുട്ടികൾ ജന്മസേഹി ജനിക്കുമ്പോൾ തന്നെ, ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ, തിരിച്ചറിവ് വരുമ്പോൾ തന്നെ സസുരാൽ സെ പരിചിത റഹത്തി ഹെ. അവരുടെ സസുരാൽ എന്ന് വെച്ചാൽ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്ന വരൻ്റെ വീട്, അതാണ് അമ്മായി അച്ഛൻ്റെയും അമ്മായി അമ്മയുടെയും കൂടെയുള്ള ആ വീട്, അതാണ് സസുരാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഭർതൃഗൃഹം, ഓക്കെ, ഭർത്താവിൻ്റെ വീടുമായി അവർ പരിചയത്തിലാവും എന്ന് വച്ചാൽ അവരെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു അറിവ് മിക്കവാറും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, പെൺകുട്ടികൾക്ക്. കാരണം വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. लेकिन हम तनिक नई पीढ़ी के होने के कारण बच्ची को ससुराल के विषय में कुछ ज़्यादा ज्ञानी नहीं बना पाए थे. പക്ഷേ ആ ആചാരപ്രകാരം അല്ലെങ്കിൽ ആ നാട്ടുനടപ്പ് പ്രകാരം എല്ലാവരും പെൺകുട്ടികളോട് അവരുടെ ഭർതൃഗൃഹത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ
ഞങ്ങൾ, ലേഖകൻ പറയാണ്, അല്ലെങ്കിൽ മിനിയുടെ അച്ഛൻ പറയാണ്, ഞങ്ങൾ കുറച്ചുകൂടെ മോഡേൺ ആയതുകൊണ്ട് തന്നെ മിനിയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ബച്ചി കോ സസുരാൽ കെ വിഷയമേ ഭർതൃഗൃഹത്തിൻ്റെ ആ കാര്യത്തെപ്പറ്റി കുച്ച് ജ്യാദ ജ്ഞാനി നഹി ബനാ പായേ ഥേ, കൂടുതൽ അവൾക്ക് അറിവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റഹ്മത്ത് മിനിസെ കഹത്ത, പക്ഷേ റഹ്മത്ത് വന്നതിന് ശേഷം അദ്ദേഹം മിനിയോട് പറയുമായിരുന്നു. എന്താ പറയുന്നത്? തും സസുരാൽ കഭി മത് ജാന, അച്ഛാ മോളൊരിക്കലും ഭർതൃഗൃഹത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ വിവാഹിതയായിട്ട് വരൻ്റെ വീട്ടിലേക്ക് പോവണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. അച്ഛാ മിനി റഹ്മത്ത് സെ ഉൾട്ടാ പൂച്ച്തി. അപ്പോൾ ചെറിയ മോളല്ലേ, അവൾക്കറിയില്ല ഈ അമ്മായി അച്ഛൻ്റെ വീട് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഭർതൃഗൃഹം എന്ന് വെച്ചാൽ എന്താണെന്ന്. അപ്പോൾ റഹ്മത്തിനോട് തിരിച്ചു ചോദിക്കുക, തും സസുരാൽ ജാവോഗെ, നിങ്ങൾ സസുരാലിൽ പോകുമെന്ന്. അപ്പോൾ അവൾക്കറിയില്ല ഈ സസുരാൽ എന്ന് വെച്ചാൽ എന്താണെന്ന്. അതുകൊണ്ടാണ് അവൾ റഹ്മത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മായി അച്ഛനല്ലേ, നിങ്ങൾ ഭർതൃഗൃഹത്തിൽ പോകുമെന്ന്. റഹ്മത്ത് ഹസ്കർ കഥ. അപ്പോൾ റഹ്മത്ത് ചിരിച്ചുകൊണ്ട് പറയും, നിഷ്കളങ്കയായ മിനിയുടെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും, ഹം സസുർക്കോ മാരേക, ഞാൻ സസുറിനെ കൊല്ലുന്നു. മാരേക എന്ന് പറഞ്ഞാൽ കൊല്ലും, ഞാൻ എൻ്റെ അമ്മായി അച്ഛനെ കൊല്ലുന്നു, തമാശക്കാണ് പറയുന്നത്. മിനി സസുർ നാമക് കിസി അഞ്ചാനെ ജീവ് കി കൽപ്പന കർക്കെ ഹസ്തി. അപ്പോൾ മിനി വിചാരിക്കുന്ന എന്താണ്, ഈ സസുർ എന്ന് പറയുന്നത്, സസുർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ അമ്മായി അച്ഛൻ എന്നുള്ള അർത്ഥമാണ്, ഭർത്താവിൻ്റെ അച്ഛൻ. സാസ് എന്ന് പറഞ്ഞാൽ അമ്മായി അമ്മ, സാസ് സസുർ. ഓക്കെ, സാസ് സസുർ. അപ്പോൾ സസുറിനെ ഞാൻ കൊല്ലും എന്ന് ഇദ്ദേഹം തമാശയിൽ പറയാണ്. അപ്പോൾ മിനി വിചാരിക്കുന്ന എന്താണ്, മിനി സസുർ നാമക് കിസി അഞ്ചാനെ ജീവിക്ക് കൽപ്പന കർക്കെ ഹസ്തി, അതേതോ അറിയപ്പെടാത്ത ഏതോ ഒരു ജീവിയാണ് എന്നാണ് മിനിയുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അവൾ അത് ഓർത്ത് ചിരിക്കും. ഞാൻ സസുറിനെ കൊല്ലും എന്ന് പറയുമ്പോൾ അവൾ അത് ഓർത്ത് ചിരിക്കും. അവൾ വിചാരിക്കുന്നത് സസുർ എന്ന് പറയുന്ന ഏതോ ഒരു ജീവിയാണെന്നാണ്. ഓക്കെ.